ഹലോ ഫ്രണ്ട്സ് ഓഫ് ആഫീസ് ഫ്ലോ. ഇന്ന് നമുക്കൊരു ഡിലീഷ്യസ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്യാണ്. 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ തണുത്ത പാലിൽ, ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ്. ചൂടുള്ള പാലിൽ ഒരിക്കലും കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യരുത്, അത് കട്ടയായിട്ട് കിടക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഉടച്ച് പാൽ എത്ര വേണേലും എടുക്കുക. 4 സ്പൂണിന് 4 സ്പൂൺ പാൽ തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 ഗ്ലാസ് പാലിലാണ് ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് പാൽ തിളപ്പിക്കുക, ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ്. പിന്നെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്, അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാനില എസൻസ് കൂടി പോകരുത്, ജസ്റ്റ് 2 ഡ്രോപ്പേ പാടുള്ളൂ, അല്ലെങ്കിൽ 3 ഡ്രോപ്പ്, അത് കൂടാൻ പാടില്ല. പിന്നെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പാൽ തിളയ്ക്കാറായപ്പോഴത്തേക്കും ഞാൻ ഒരു 4-5 സ്പൂണ് പഞ്ചസാരയും കൂടെ, നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ മിക്സ് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. അത് പാൽ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് അത് ഒഴിച്ച ഉടനെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയാവും. ഇനി കൂടുതൽ കസ്റ്റാർഡ് പൗഡർ വേണ്ടവർക്ക്, കൂടുതൽ നല്ല കൊഴുപ്പ് കട്ടിയാവണം എന്നുള്ളവർക്ക് കൂടുതൽ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 4 സ്പൂണേ ആഡ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അത് മാമ്പഴമാണ്. മാമ്പഴം, നല്ല പഴുത്ത ടേസ്റ്റുള്ള മാമ്പഴം മിക്സിയിൽ അരച്ചത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇത് ചിലപ്പോൾ ശരിക്കും മിക്സ് ആവില്ല, അപ്പം ഈ മിക്സ് ചെയ്തത് ഞാൻ വീണ്ടും മിക്സിയിലിട്ടൊന്ന് അടിക്കുന്നുണ്ട്. ഇതാ, ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് ഫ്രൂട്ട്സ് റെഡിയാക്കാം. ഫ്രൂട്ട്സിന് ഞാനിവിടെ ഏത്തപ്പഴം, ആപ്പിള്, അനാറ്, മുന്തിരി, പിന്നെ വീണ്ടും മാംഗോ, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. എത്രയൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമോ അത്രയും നല്ലത്. പിന്നെ ഏത്തപ്പഴം കൂടെ ആഡ് ചെയ്യും. ഏത്തപ്പഴം എനിക്ക് ഫ്രൂട്ട് സലാഡിൽ മിക്സ് ചെയ്യണത് ഭയങ്കര നല്ല പഴുത്ത ഏത്തപ്പഴം മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാൻ 4 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യുകയാണ്. ഇത് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേന്നാണേലും എടുക്കുമ്പം ഫ്രൂട്ട്സിൻ്റെ കളറൊന്നും മങ്ങൂല, ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റോ ഒന്നും മാറില്ല. കട്ട് ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പാൽ അടിച്ചെടുത്ത ആ മിക്സിലേക്ക് ഈ നമുക്ക് എന്തോരം ഫ്രൂട്ട്സാണ്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്, 2 ഫ്രിഡ്ജിൽ വെച്ചതാണ്. നല്ല തണുപ്പിച്ചിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് ജസ്റ്റ് എന്തോരമാണ് സെർവ് ചെയ്യേണ്ടത് അത്ര എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഐസ്ക്രീമും ചെറുതായിട്ട് കട്ട് ചെയ്ത് ആൽമണ്ടും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി യമ്മി ഫ്രൂട്ട് സലാഡ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.